ഇത്രയും നാൾ സ്മെൽറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫർണസിലെ സ്മെൽറ്റിംഗ് ഒക്കെ മടുത്ത് കേസ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു കിഡിലൻ സൂപ്പർ സ്മെൽറ്റിംഗ് മെഷീൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയായി തീർന്നു എന്നറിയാൻ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക ഗൈസ്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ എപ്പിസോഡ് അടിക്കുന്നവരെ ഒരു 10K മറക്കരുത്. ഓക്കെ, 10K ലൈക്ക് അടിച്ചേക്കുക. വിത്ത് ദാറ്റ് ബീങ് സെഡ്, വെൽക്കം ടു എപ്പിസോഡ് 13 ഓഫ് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ. എൻജോയ് ദ വീഡിയോ ഗൈസ്. ഗുഡ് ബൈ. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഒരു മെഗാ സൂപ്പർ സ്മെൽറ്റിംഗ് മിഷനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ സ്മെൽറ്റിംഗ് മിഷൻ ഞാൻ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഒരുപാട് കെമിക്സിൻ്റെ അതിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളിൽ ഞാൻ ഈ ഒരു ഇതേ ഫാം എന്ന് പറയാൻ പറ്റുന്ന ഒരു മിഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അതേ മിഷനാണ് ഇന്നും ഇവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് ഒരുപാട് റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. സോ എന്തായാലും നമുക്ക് റിസോഴ്സ് ഗ്യാതറിങ്ങിന് പോവാം. ആദ്യം തന്നെ നമ്മുടെ അയൺ ഫാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോംബിയെ കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ സോംബിയെ കയറ്റിയിരുന്നോ ഒരു ആർമറിട്ട സോംബിയാണ്, അതുകൊണ്ട് അവൻ കത്താനും ചാൻസ് ഇല്ല. പിന്നെ ഞാനൊരു സാധനവും കൂടെ കൈ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇറ്റ്സ് പെർഫെക്റ്റ്ലി വർക്കിംഗ് ഗൈസ്. എന്തായാലും നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്നും വേണ്ട, ഇവിടെ നിന്നാൽ മതി. ഇപ്പോൾ തന്നെ അടുത്ത ഗോള സ്പോൺ ആവും. 3 പേടിക്കുന്നുണ്ടല്ലോ. സോ എന്തായാലും പുതിയൊരു ഗോള ഇവിടെ ഇപ്പോൾ സ്പോൺ ആവും. അവ എന്തായാലും സ്പോണായി ഒന്ന് പോകുന്നത് നമുക്കൊന്ന് കാണാം ഗൈസ്. ഓക്കെ, ഗൈസ് ഒരുത്ത സ്പോൺ ആയിട്ടുണ്ട്. ദോ പോകുന്നുണ്ട. ഓക്കെ, സോ എന്തായാലും ഇതിലേക്കൂടാണ് ഞാൻ ഗൈസ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഡിസ്കോഡിൽ സ്ട്രീം ചെയ്തിട്ട്, ഡിസ്കോഡിൽ നമ്മുടെ വ്യൂവേഴ്സ് ഇരിക്കുമ്പോൾ അവരുടെ സ്ട്രീം ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ സ്ട്രീം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്കോഡിലൊന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നാട്ടെ എല്ലാം വന്ന് ഡാമേജ് എടുത്ത് ചാവുന്നുണ്ട്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് AFK നിന്നിട്ടാണ് ഗൈസ് എനിക്ക് ഇത്രയും കിട്ടിയത്. 2 മണിക്കൂറാണോ കറക്റ്റ് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത്രയും നേരം നിന്നിട്ടാണ് എനിക്ക് എന്തായാലും ഇത്രയും സംഭവങ്ങൾ കിട്ടിയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാം. ഇത്രയും ആവശ്യമുണ്ട്. നമുക്ക് സൂപ്പർ സ്മെൽറ്റിംഗ് മിഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്, അതിനാണ്. ഓക്കെ, സോ പിന്നെ അതാണ്ട് ഈ ഒരു സംഭവം ഇത് നമുക്കിനി ആവശ്യമില്ല ഗൈസ്. ഇത് നമുക്ക് അടയ്ക്കണം, ലൈക്ക് ഇതങ്ങ് പൊളിച്ച് കളയണം. അത് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വോള് കറക്റ്റായിട്ട് അങ്ങോട്ടും കുറച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സൂപ്പർ സ്മെൽറ്റിംഗ് മിഷനും കൂടെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. സോ എന്തായാലും നമുക്ക് അയൺ ഫാമിൽ നിന്ന് എടുത്ത അയണൊക്കെ കൊണ്ട് കുറച്ച് പോയി എനിക്ക് തോന്നുന്നേ ഗൈസ് നമുക്ക് കുറച്ച് മരം വെട്ടിയിട്ട് വന്നാലോ. അതുവരെ നമ്മുടെ പിന്നെ ഗൈസ് ഞാൻ ഇവിടെ എൻ്റെ അവിടെ ഇരിക്കുന്ന ചെസ്റ്റിലും ഇവിടെ ഇരിക്കുന്ന ചെസ്റ്റിലും എല്ലാ ചെസ്റ്റിലും ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റോറേജ് റൂമിൽ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. ആൻഡ് ഇവിടെ ഞാൻ എല്ലാ ചെസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ സ്റ്റോൺ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ആൻഡ് ഇതിനകത്ത് കോബിൾ സ്റ്റോൺ അതിൻ്റെ ഐറ്റംസ് ഇരിപ്പുണ്ട്. ആൻഡ് ഇതിനകത്ത് ഡേർട്ട്, പിന്നെ അതാണ്ട് ഇതിനകത്ത് സ്റ്റോൺ ബ്രിക്സിൻ്റെ ഐറ്റംസ്, ഇതിനകത്ത് ആൻഡ്രസൈറ്റ്. ആൻഡ് ഇതിനകത്താണ് ഗൈസ് മെയിൻ സാധനം. നമ്മുടെ ഇന്നേ വരെ നമുക്കിപ്പം എത്ര ദിവസമായി ഗൈസ് നമ്മൾ സർവൈവ് ചെയ്യുന്നു? 218 ദിവസമായി. ഇത്ര 218 ദിവസം നമ്മൾ സർവൈവ് ചെയ്തല്ല എല്ലാ ടൈപ്പ് ജെംസ്, അതായത് ഇപ്പം എമറൽഡ് ഇല്ല, ബാക്കി എല്ലാ ഐറ്റംസും ഡയമണ്ട് എല്ലാം നമ്മൾ ഇന്നേ വരെ മൈൻ ചെയ്തിട്ടുള്ള എല്ലാ റിസോഴ്സസും ഇതിനകത്തിരിപ്പുണ്ട്. കണ്ടില്ലേ? ഇത്രയും ഡയമണ്ട് ശേഷം ഇത് ഞാൻ ഫില്ലാക്കാൻ വെച്ച് കേട്ടോ. ഇതൊക്കെ ഒന്നേ ഉള്ളൂ കണ്ട. ഇവിടെയാണ് കൂടുതലിരിക്കുന്നത് 49, പിന്നെ 63, അങ്ങനെ കുറേ ജെംസും കാര്യങ്ങളും ഇരിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ ഈ ഇതിനകത്ത് വാല്യുബിൾസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം ഗൈസ്. ഓക്കെ, എന്തായാലും 31. ഓക്കെ, എന്തായാലും ഇത്ര ഞാൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം ഗൈസ്. സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ മരം വെട്ടാം. എന്തായാലും ഇത് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ എവിടെ വയ്ക്കണം? എനിക്ക് തോന്നുന്നത് നമുക്ക് അവിടെ കുറച്ച് ഫർണസ് ഇരിപ്പുണ്ടല്ലോ, ഇപ്പോഴത്തേക്ക് അത് സ്മെൽറ്റ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമ്മളെന്തായാലും ഇപ്പം തന്നെ ഒരു സ്മെൽറ്റർ ഉണ്ടാക്കുമല്ലോ, പിന്നെ നമുക്ക് പാട് വരത്തില്ല. എന്തായാലും ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കട്ടെ ഗൈസ്. ഇത്രയും ഗോൾഡും കാര്യങ്ങളും നോക്കട്ടെ. ഇവിടെ ഇരുന്നൊരു ഫർണസാണ് ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവച്ചത്. ഓക്കെ, നൈസ്. ഇതെങ്ങനെ ഇവിടെ വന്ന് ഞാൻ കൊണ്ടുവച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്മെൽറ്റ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഇതൊക്കെ ഇതൊക്കെ മാറും. ഓക്കെ ഗൈസ്, എന്തായാലും അത്രയും കോള് പോരായിരിക്കും. ഞാൻ എന്തായാലും വേറെ കോളുണ്ടോ ഇവിടെയൊക്കെ? വേറെ കോൾ അവിടെ അങ്ങും ഇല്ല ഗൈസ്. സോ ഞാൻ എന്തായാലും കോളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട റിസോഴ്സ് ബോക്സ് ഇല്ലേ, അതിനകത്ത് വെച്ചേക്കാം ഞാൻ കോളൊക്കെ. ഇവിടുന്ന് വല്ല കോളും ഉണ്ടോ നോക്കട്ടെ. ഇവിടുന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഡ് അവിടെ ഇരുന്ന് ഉരുകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ ഗോൾഡ് അവിടെ ഉരുകി തുടങ്ങി. പക്ഷേ അവിടെ ഉരുകി തീരാനായിട്ടുള്ള ഫ്യൂവൽ ഇല്ല. നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ ജെം സ്റ്റോറിയിൽ നിന്ന് കുറച്ച് ജെംസ്, അതായത് നമ്മുടെ കോൾ ജെംസ് എടുത്തിട്ട് കൊണ്ടുപോയി ആ സംഭവത്തിന് ഇട്ട് കൊടുക്കാം. ലൈക്ക് ഒരു ഗോൾഡ് ഉരുകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് നമ്മുടെ മരം മുറിക്കണം. ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി എത്ര ഉണ്ട്? ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യാൻ പറ്റും. എൻ്റെ 19 XP ഉണ്ട്. ഞാൻ കുറേ ഓറൊക്കെ മൈൻ ചെയ്തേയില്ലേ. സോ എന്തായാലും എൻ്റെ 19 XP ഉണ്ട്. ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ ആക്സിന് കുറച്ച് ഡ്യൂറബിലിറ്റി വരുത്തണം. നമ്മുടെ സോളിന് കുറച്ച് ഡ്യൂറബിലിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വരുത്തി. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ XP കയറുന്നില്ല ഗൈസ്. ഞാൻ ഓരോ ടൂൾസും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഗോൾഡിന് കുറച്ച് ഒരു കാര്യം ചെയ്യാം. പകുതി ഇവിടെ ഇരിക്കട്ടെ, ഇതിൻ്റെ പകുതി ഇങ്ങി വാ, നമുക്ക് താഴെയും കൂടെ വെച്ചേക്കാം. എങ്ങനെ?
ഓക്കെ, നിങ്ങൾ അവിടെ ഇരുന്ന് ഉരുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഗൈസ് ഞാൻ ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. കണ്ടോ, ഇനി ഈ പിക്കാക്സ് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ 33 ആവും ഗൈസ് എൻചാൻമെൻറ്റ് കോസ്റ്റ് കേട്ടോ. അത് അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഡയമണ്ട്സ് അങ്ങിരിക്കുകയാണല്ലോ, ഞാനത് ആലോചിച്ചില്ല. അവിടെ നിന്ന് എടുക്കണം ഇനി ഗൈസ്. ഇനി എന്തെടുക്കണമെങ്കിലും നമ്മൾ അങ്ങ് പോകണം, അതാണ് നമ്മുടെ പ്രശ്നം. ഗോളമാണോ ഇപ്പോൾ ആ കഥവ് തുറന്നത്? പൂവൊക്കെ കൊടുക്കുന്നതൊക്കെ കൊള്ളാം, റയറാണ്. പക്ഷെ നീയാണോ ഇപ്പോൾ ഈ കഥവ് തുറന്നത്? ഇവനാവാൻ ചാൻസ് ഇല്ല. ബോട്ട് ഇരിക്കുക, ഇത്രയും ദൂരത്ത് തുറക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ഗോളം ഡോറൊക്കെ തുറക്കുന്നത് കാണുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് ഡയമണ്ട്സ് എടുക്കാം. ഡയമണ്ട്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഒരു ആൻവിൽ ഉണ്ടാക്കി അങ്ങ് വെച്ചാലോ. ഈ കാര്യം എപ്പോഴും അങ്ങോട്ട് പോകുന്നത്, ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത് എന്തിനാണ്? നമുക്ക് ഇവിടെ കുറേ വീടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഒരു വീടൊന്നുമല്ല, നമുക്ക് ഒരു വീട് കൊണ്ടൊക്കെ എന്താവാനാണ് കേസ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്ക് എന്തായാലും ഇപ്പം ഒരു ആൻവിൽ ഉണ്ടാക്കാം. എനിക്കൊന്ന് 3 അയൺ ബ്ലോക്കാണ് വേണ്ടതെന്ന് തോന്നുന്നു ഒരു ആൻവിൽ ഉണ്ടാക്കാൻ. യെസ്, 3 അയൺ ബ്ലോക്ക്. ബോയ്സ്, അപ്പോൾ എന്തായാലും ഒരു ആൻവിലും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആൻവിൽ നമുക്ക് ഈ പൂവിൻ്റെ മുകളിലിരിക്കട്ടെ, എന്തായാലും ഒരു ഗുമ്മിനിരിക്കട്ടല്ലേ. ഓക്കെ, നമുക്ക് പോയിട്ട് കുറച്ച് ഡയമണ്ട്സ് എടുത്തിട്ട് വരാം കേസ്. ജെം സ്റ്റോറിയിൽ നിന്ന് ഒരു 3 ഡയമണ്ട്. എൻ്റെ പൊന്നോ, ഇപ്പം ചെസ്റ്റ് പൊട്ടിയിരുന്ന അവനെ ഞാൻ ഊക്കിയാനെടുത്തിട്ട് കേസ്. അവിടെ ചെറുതായിട്ട് മോബ് സ്പോൺ ആവുന്നുണ്ട് കേട്ടോ. എവിടെ ഒരു ചെറിയ രീതിക്ക് ഒരു ലൈറ്റിംഗ് സീനുണ്ട്. ഗ്യാസൊക്കെ കയറുമ്പോൾ നൈറ്റ് വിഷൻ എടുക്കും കേസ്, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അതാണ് വിഷയം. എവിടെ വരെ മാറ്റാനും മറന്നു ഞാൻ. ആർക്ക് ഓക്കെ ഇപ്പം സീന് സെറ്റായി. ഓക്കെ, എന്തായാലും നമുക്ക് 3 ഡയമണ്ട് വെച്ചിട്ട് നമ്മുടെ ആക്സ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, ചരൻ കോസ്റ്റ് 6 കണ്ട, ഇത്ര 6 ആവത്തുള്ളൂ. പിന്നെ ഇതിങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും തോറും ഇത് മാറും ഗൈസ്. ഓക്കെ, അതാണ് വിഷയം. സോ എന്തായാലും നമുക്ക് ആ ഒരു ഗോൾഡ് ഉരുങ്ങുന്ന ടൈം കൊണ്ട് പോയിട്ട് നമുക്ക് മരം മുറിക്കാം ഗൈസ്. കാര്യം ഒരുപാട് ചെസ്റ്റ് വേണം നമ്മുടെ ഈ ഒരു ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പർ സ്മെൽറ്ററിന്. ചെസ്റ്റ് ഒരുപാട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് 2 മതി. പക്ഷേ ആ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറേ ഹോപ്പർ ഉണ്ടാക്കണം. ഹോപ്പറിനാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ആവശ്യമുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ്ട് ഒരു എൻഡർമാനൂടെ കയറി എൻ്റെ കോഴിയുടെ കൂട്ടിരിക്കുകയാണ്. ഇത് മാറും കേസ്. ഓക്കെ, അതാണ് വിഷയം. സോ എന്തായാലും നമുക്ക് ആ ഒരു ഗോൾഡ് വല്ല വരുമോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇത് വെക്കാം. ഒരു 10 സ്പൂസ് ആപ്ലിക്സ് നടണം. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പേര് ഇവിടെ വരണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ. ഇന്ന് ഞാൻ പേര് എഴുതാൻ പോകുന്നുണ്ട്. എന്തായാലും പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം സബ്സ്ക്രൈബ് ചെയ്ത പബ്ലിക് സബ്സ്ക്രൈബേഴ്സിനകത്ത് അവസാനം സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേരുടെ പേരുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അവരുടെ പേരുകളാണ് നമ്മൾ ഇന്ന് എഴുതാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് പേരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, ഇതാണ്ട് ഈ വീട്ടിനകത്ത് പേര് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, ഗൈസ് പറയാൻ പറഞ്ഞു, വി ആർ വെരി സൂപ്പർ ക്ലോസ് ടു 100K സബ്സ്ക്രൈബേഴ്സ്. സോ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. 100K അടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. ഞാനങ്ങനെ ആരെയും നിർബന്ധിക്കാറില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് പണ്ട് തൊട്ടുതന്നെ കാണുന്നവർക്കറിയാം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധിക്കാറില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമുക്ക് ബാക്കി പരിപാടികൾ തുടരാം. ഓക്കെ, ഇനി ഇവിടുന്ന് തന്നെ വെട്ടി തുടങ്ങാം നമുക്ക്. സോ നമുക്ക് ഒരു മോണ്ടേജ് പോയാലോ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു 10 സ്പ്രൂസ് ആപ്ലിങ്സും കൂടി ഇവിടെ നട്ടയച്ച് നമുക്ക് പോകാം. നമ്മുടെ കയ്യിൽ കറക്റ്റ് 10 സ്പ്രൂസ് ആപ്ലിങ്സ് ഇരിപ്പുണ്ട്. ഓക്കെ, 10 സ്പ്രൂസ് ആപ്ലിങ്സ് നട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അവനെ ഇവിടെ ഒട്ടിയേക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ബാ കുതിരി, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ താഴോട്ട് പോയാൽ ഞാൻ സഫക്കേറ്റ് ആവുമോ? പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ എന്തായാലും ഇവനെ ഒന്ന് താഴോട്ട് കൊണ്ടുപോകാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തേക്കാം. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ നിന്നോട്ട്. നീ ഇവിടെ നിന്നൊക്കെ പുല്ല് നിന്നോ മോനെ. നീ ഇനിയിപ്പം പുറത്തോട്ടൊന്നും പോകണ്ട. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും അതും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കി തുടങ്ങാം. എനിക്ക് തോന്നുന്നു അവിടെ ഗോൾഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഉരുകി കാണും. അപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുന്ന് വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. അയൺ കുറച്ചിരിക്കട്ടെ ഇവിടെ. ഓക്കെ, തടി വേണം. അയ്യോ, തടി വേണം. തടിക്കകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് നമുക്കൊരു സ്റ്റാക്ക് ചെസ്റ്റ് കുഴപ്പമില്ല അല്ലേ. ഒരു സ്റ്റാക്ക് ചെസ്റ്റ് വേണ്ടി വരും നമുക്ക് മിക്കവാറും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 16 ഏകദേശം ഒരു നോക്കട്ടെ ഗൈസ്, ഞാൻ ഒരു 44 ഹോപ്പർ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം അത്രയും വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 44 ഹോപ്പർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 44 ഹോപ്പർ, ഒരു 20 ചെസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണസ് ആണ്. സോ ഫർണസിന് നമുക്കൊരു 16, ഞാനൊരു 16 ഇതിൻ്റെ 16 ഫർണസ് സൂപ്പർ സ്മെൽറ്ററാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നോക്കട്ടെ എത്ര ഫർണസ് ഇത് വെച്ചുണ്ടാക്കാൻ പറ്റുന്നു. 13 ഫർണസ്. കുഴപ്പമില്ല. ബാക്കി കൊബിൾ സ്റ്റോൺ നമ്മുടെ കയ്യിൽ, നമ്മളിവിടെ ഇഷ്ടം പോലെ, നമ്മളിവിടെ ഐറ്റംസ് ആണ് ഉള്ളത്. കൊബിൾ സ്റ്റോൺ ഇതാണ്ടേ,
ഇവിടുന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കുന്നു നമ്മൾ. ആൻഡ് ഇവിടെ പോയിട്ട് നമുക്കതൊന്ന് ഫർണസ് ആക്കി എടുക്കാം. ഓക്കെ, ഫർണസ്. ഓക്കെ, അതും ഫർണസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഗോൾഡ് എടുക്കാം. അത് വെച്ചിട്ട് കുറച്ച് റെയിൽ കാര്യങ്ങൾ ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്യും, ഇവിടെ വെച്ചിട്ട് നമുക്ക് സാധാ റെയിലൊന്നും ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിങ്ങി വാ. ഓക്കെ, ഞാൻ എന്തായാലും ഒരു സ്റ്റാക്ക് 32 റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഗോൾഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പവേർഡ് റെയിൽ ഉണ്ടാക്കണം. പവേർഡ് റെയിൽ അതുപോലെ തന്നെ നമുക്ക് കാണിച്ചു തരാം. ചുമ്മാതല്ല ഗീസ്, നമ്മുടെ കയ്യിലുള്ള കോബിൾ സ്റ്റോൺ തീർന്നു കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് പോയിട്ട് കുറച്ച് കോബിൾ സ്റ്റോണും കൂടി ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. കോബിൾ സ്റ്റോൺ തീർന്നു പോയി. നമുക്കൊരു 2 3 അത്രയും മതി. 2 3 ഇത് മതിയായിരിക്കും. ഈ കോബിൾ സ്റ്റോൺ മതിയായിരിക്കും. 2 3 ലെവർ ഉണ്ടാക്കണം. ലിവർ. ഓക്കെ, ഒരു 7 ലിവർ ഇരുന്നോട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കേണ്ട സ്ഥലം എന്ത് ചെയ്യുക, അവിടെ ഒരു ചെസ്റ്റ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം ഉണ്ടാക്കേണ്ട, അതായത് സൂപ്പർ സ്മെൽറ്ററിന് വേണ്ട ഐറ്റംസ് എല്ലാം കൂടെ അവിടെ വയ്ക്കാം. ഞാൻ ഏകദേശം വിചാരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു സൂപ്പർ സ്മെൽറ്റർ, ഇത്രയും ഒരു ഏരിയ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ആയിട്ടൊരു സൂപ്പർ സ്മെൽറ്റർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒരു ചെസ്റ്റ് എടുക്കുന്നു. ഞാൻ എന്തായാലും ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചേക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വേണ്ട ഐറ്റംസ്, തടിയൊന്നും വേണ്ട, അയണൊന്നും വേണ്ട, എന്നാലും ഇരുന്നോട്ടെ, പ്രശ്നമില്ല. നമുക്ക് എന്താ നഷ്ടം കേസ്. ഓക്കെ, കുറച്ച് റെയിൽ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് ലെവർ ഇരിപ്പുണ്ട്, ഫർണസ് ഇരിപ്പുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ആൻഡ് ഇനി പോയി എടുക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതുകൂടെ പോയി എടുക്കാം. നമുക്ക് ഇനി വേണ്ടത് ഗൈസ്, നമുക്ക് ആ ഗോൾഡ് ഉരുകിയെങ്കിൽ നമുക്ക് അത് എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് റെഡ് സ്റ്റോണ്, പിന്നെ കുറച്ച് മറ്റേ സ്റ്റിക്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവേർഡ് റെയിൽ കിട്ടും. ആരുടെ അവിടെ? ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. 36 ഗോൾഡ്, 20 ഗോൾഡ്. ഓക്കെ, സെറ്റ്. ഇനിയിപ്പം ഞാൻ പോയിട്ട് കുറച്ച് പവർ റെയിലൊന്നും ഉണ്ടാക്കട്ടെ. ഞാൻ എല്ലാ ഐറ്റംസും സ്റ്റോറേജ് റൂമിലോട്ട് മാറ്റിക്കൊണ്ട് ഇപ്പം എല്ലാം അവിടെ പോയി എടുക്കണം ഗൈസ്. ആൻഡ് ഈ ഒരു ഫുൾ ഈ മതിലൊന്നും ഇനി വേണ്ട ഗൈസ്, മതിലൊക്കെ നമ്മൾ വെട്ടിക്കളയും. ഓക്കെ, അത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ വെട്ടിക്കളയും എല്ലാം. പിന്നെ ഈ ഒരു മതിൽ കുറേ കവർ ചെയ്യും, അതൊന്ന് ഡിമോളിഷ് ചെയ്ത് കളയും. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ. ഓക്കെ, എന്തായാലും ഗോൾഡുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. 56 ഗോൾഡാണ് ഗൈസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. സോ നോക്കട്ടെ. ഓക്കെ, റെഡ് സ്റ്റോൺ എടുത്തില്ല. നമ്മുടെ ജെം സ്റ്റോറിൽ പോയിട്ട് നമുക്ക് കുറച്ച് റെഡ് സ്റ്റോൺ ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്ക് എടുത്തേക്കാം. എന്നിട്ട് ഇവിടെ നിറച്ച് വെച്ചേക്കാം. യെസ്, പവർ റെയിൽ. ഓക്കെ, ഒരു 36 പവർ റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ 36 54 നമുക്ക് ഏകദേശം ഇത്രയും മതിയായിരിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാക്കി റെഡ് സ്റ്റോൺ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിനകത്ത് ജെം ബോക്സിനകത്ത് ഒരു ബ്ലോക്ക് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നഷ്ടം? ഓക്കെ, സോ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യട്ടെ. ഇനി സാധനങ്ങളൊന്നും വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയതാണ് ചേച്ചി, എനിക്ക് അത്ര പിടുത്തമൊന്നും ഇല്ലത് എങ്ങനെയായി തീരുമെന്ന്. കാര്യം ഞാൻ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്, ഇതൊക്കെ ഈ സൂപ്പർ സ്മെൽറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, എന്തായാലും ഇതും കൂടി ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കി തന്നെ അങ്ങ് തുടങ്ങാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ 2 കുഴി കുഴിക്കുന്നു. ഞാൻ പഠിപ്പിച്ചു തരാം. 2 ചെസ്റ്റ് ഇങ്ങനെ വെക്കുന്നു. ആൻഡ് ഇവിടുന്ന് എനിക്ക് 16 ബ്ലോക്ക് കുഴി അങ്ങോട്ട് എടുക്കുന്നു. 1 2 3 4 5 5 നോക്കട്ടെ, 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, 16 കുഴി എടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം നമുക്ക് ഹോപ്പർ എടുക്കാം. എന്നിട്ട് ഈ ചെസ്റ്റിൽ നിന്ന് പോകുന്ന രീതിയിൽ 16 ഹോപ്പർ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം. അതാണ് പരിപാടി. ഓക്കെ, 16 ഹോപ്പേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫർണസ് ഇങ്ങെടുക്കുക. ഓക്കെ, ഫർണസ് എടുത്തതിന് ശേഷം ഇത്രയും ഫർണസ് ഇവിടെ വെച്ചു. അതിനുശേഷം നമുക്ക് വീണ്ടും ഹോപ്പേഴ്സ് എടുക്കാം. ഹോപ്പേഴ്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെക്കണം. ഇങ്ങനെ ഫുൾ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം മുകളിലും കൂടെ. ഇത് മാത്രമല്ല ഗൈസ്, എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഹോപ്പർ കൊണ്ട് കാര്യം നടക്കുമെന്ന്. കാര്യം ഞാൻ ഒരു കാര്യം മറന്ന്, 12 എണ്ണം കൊണ്ട് നടക്കത്തില്ല. കുറച്ച് ഹോപ്പറും കൂടെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, നമുക്കൊരു 1 2 3 4 ഹോപ്പറോട് ഉണ്ടാക്കണം. ഞാൻ ഈ ബാക്കി വെക്കുന്നതിൻ്റെ കാര്യം ആലോചിച്ചില്ല, അത് താഴെ വെക്കുന്നതിൻ്റെ കാര്യം അപ്പോൾ ആലോചിച്ചില്ല. കുഴപ്പമില്ല, നമുക്കൊരു 4 ഹോപ്പറും കൂടി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ഗൈസ്. ഓക്കെ, എനിക്ക് ഇവിടെ 2 ഹോപ്പർ ഉണ്ടാക്കാനുള്ള അയണേ ഉള്ളൂ. അയണെല്ലാം കൂടെ ഞാൻ കൊണ്ട് ഇല്ല ചെസ്റ്റ് വെച്ചിരുന്നു. ഓക്കെ, നമുക്ക് അവിടെ പോയും കൂടെ കുറച്ച് അയൺ എടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഗൈസ്. എന്നിട്ട് കുറേ പരിപാടി ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം പെട്ടെന്ന് തൊട്ട് നമുക്ക് കാര്യങ്ങൾ നീക്കാം. 2 എണ്ണം കൂടെ വെച്ചു. ആൻഡ് ഇനി പോയിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 എണ്ണം കൂടെ മതി. പക്ഷേ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയതിൻ്റെ കാര്യം എന്താണെന്നറിയോ, നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പോയിട്ട് 2 മൈൻ കാർട്ട് ഉണ്ടാക്കാം. എന്നിട്ട് മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ ഒന്നുണ്ടാക്കാം. യെസ്,
ഓക്കെ, നമ്മൾ 2 മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് പവർ റെയിലും സാധാ റെയിലുമാണ്. ഓക്കെ, പവർ റെയിൽ ഇവിടെ ഇരിക്കട്ടെ ആൻഡ് സാധാ റെയിൽ ഇവിടെയും ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബ്ലോക്ക് വേണം. നമുക്ക് എന്തായാലും സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് തന്നെ എടുക്കാം ബ്ലോക്കായിട്ടല്ലേ. എന്നിട്ട് ഞാൻ ഈ ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് മറന്നു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ ആണെന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വെക്കുന്ന റെയിൽ ഇത് വെച്ചിട്ട് ആക്ടിവേറ്റ് ആവേണ്ടതാണ്. ഓക്കെ നൈസ്. ഇനി നമുക്ക് ഇവിടെയും ഇവിടെ ഒരെണ്ണം ഇത് വയ്ക്കുക, ബാക്കി ഓക്കെ പിന്നെ ഒരെണ്ണം ഇത് വയ്ക്കുക, പിന്നെ ഫുള്ള് ഇത് വെച്ച് കൊടുക്കുക. ഫുൾ പവർ റെയിലാക്കുക. ഫുൾ പവർ ആക്കിയില്ലെങ്കിലും ഇടയ്ക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇതിൽ പവർ റെയിൽ അത്യാവശ്യം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോപ്പറിനകത്തോട്ട് പോകും കണ്ട. ഓക്കെ, നമ്മൾ മേളിൽ ചെയ്ത സംഭവം തന്നെ താഴെ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി. ബാക്കി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ മേളിൽ വെച്ച സാധനം താഴെയും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത്രയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തൊരു ലെവർ ഒരെണ്ണം എടുക്കുക. ലെവർ ഓക്കെ ലെവർ. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ഇവിടെ ആയിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഓൺ ആക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് അവിടെ അല്ല വെക്കേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ എന്തായാലും പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരട്ടെ ഗൈസ്. കാര്യം രാത്രിയായി. പെട്ടെന്ന് ഉറങ്ങിയിട്ട് വരട്ടെ. ഞാനത് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള കാര്യം അങ്ങ് പെട്ടെന്ന് മറന്നു കേട്ടോ ഗൈസ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചെടുക്കട്ടെ എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ പോയി കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കുറേ നാളായി ഗൈസ് ഞാൻ ചെയ്തിട്ട്. അതാണ് പ്രശ്നം കേട്ടോ. കുറേ നാളായി ചെയ്തിട്ട്. അതിൻ്റെ ഒരു കുഴപ്പം കാണാനുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നത് പെട്ടെന്ന് എന്നാലും അത് ഞാൻ ഗൈസ് ഞാൻ ഒന്ന് 2-3 രീതിയിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടെസ്റ്റ് ചെയ്തിട്ട് ഏത് രീതിയാണ് വർക്കാവുന്നത് ആ രീതിയിൽ അങ്ങ് ചെയ്യാം. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. കിട്ടി ഗൈസ്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ വർക്കാവുന്നുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ ഗൈസ്, ഇത് വർക്കാകും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്കാകും. പക്ഷെ ഞാൻ ചെയ്തൊരു ചെറിയ മണ്ടത്തരമാണ് ഗൈസ്. ഓക്കെ, ഇതിവിടെ അല്ല വെക്കേണ്ടത്. ഈ പവർ റെയിൽ ഇവിടെ ആണ് വെക്കേണ്ടത്. കണ്ട ഇപ്പോൾ വർക്കാവുന്ന കണ്ട സാധനം. യെസ്, ഇങ്ങനെ തന്നെ. എന്നിട്ട് ഇത് ഇവിടെ ആണ് വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് കേസ് എനിക്ക് ഒറ്റ കാര്യം റെയിലിൻ്റെ ഇഷ്ടമല്ലാത്തത്. പുല്ലെല്ലാം കൂടെ കയറി ഇങ്ങനെ ഇൻ്റർ കണക്റ്റ് ആയി പോകും. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം ഒരു ചെസ്റ്റ് എടുത്തിട്ട് നൈസായിട്ട് ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നു. ആൻഡ് ഇവിടെ ഒരെണ്ണം. യെസ്, കണ്ട ഗൈസ് കറക്റ്റായി. ഓക്കെ, അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അതേ കണക്ക് നമുക്ക് ഇവിടെയും കൂടെ ബിൽഡ് ചെയ്തെടുക്കണം. ലൈക്ക് ഞാൻ അപ്പുറത്ത് അതിനിടയ്ക്ക് മറന്നുപോയി. ഞാൻ ഇപ്പുറത്തെ ചെയ്തേക്കനായിരുന്നു. ഓക്കെ, ഈ ഫർണസിലൊരു ചെസ്റ്റ് വയ്ക്കുക. ഈ ഹോപ്പറിലൊരു ഈ ഹോപ്പറിലൊരു ചെസ്റ്റ് വയ്ക്കുക. ഈ ഹോപ്പറിലൊരു ചെസ്റ്റ് വയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം, ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം. എന്നിട്ട് ഇതിൻ്റെ അടിയിലത്തെ ഇതും പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അടിയിലൊരു ലെവർ വയ്ക്കുക. അടിയിലൊരു ഒറ്റ ലെവർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം വെട്ടിക്കളയണം. ഇത് വേണ്ട നമുക്ക്. ഓക്കെ, ഇതൊക്കെ എങ്ങോട്ടാണോ എന്തോ പോകുന്നത്. ഇവിടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതും ഞാൻ റെഡിയാക്കി. ഇനി ഇതും കൂടെ ഓൺ ചെയ്യാൻ നേരം ഇത് വർക്ക് ചെയ്യേണ്ടതാണ്. യെസ്, അതും വർക്കായിട്ടുണ്ട്, ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നൈസായിട്ട് ഇതിൻ്റെ ഏകദേശം സെൻറ്റർ ബ്ലോക്കിൽ വരിക. എന്നിട്ട് ഇവിടെ നോക്കി ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. യെസ്, അതിനുശേഷം നമുക്ക് ഒരു ലെവറൂടെ വേണം. എന്നിട്ട് അതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്ത് ഓണാക്കാൻ നേരം യെസ് ഫുൾ സാധനം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ബ്ലോക്ക് വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു ലെവർ വെച്ചെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ലെവറാണ് ഉള്ളത്, അതുകൊണ്ട് അത് ലെവർ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് കുറച്ച് ചെസ്റ്റ് വേണം. ചെസ്റ്റ് വരട്ടെ. എന്നിട്ട് ഇവിടെ ഒരു ചെസ്റ്റ്, ഇങ്ങനെ ഡബിൾ ചെസ്റ്റ് വയ്ക്കുക. ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വയ്ക്കുക. ആൻഡ് ഇതങ്ങനെ നൈസായിട്ട് ഇപ്പോഴത്തേക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് 2 മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ അവിടെ പിടിപ്പിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടാണ് നമ്മുടെ ഫ്യൂവൽ ഇടേണ്ട സംഭവം. ലൈക്ക് കത്തിക്കാനുള്ള ഫ്യൂവൽ എന്ന് വെച്ചാൽ കോള്, അങ്ങനെയുള്ള കത്തിക്കാനുള്ള ഐറ്റം. അതിനുശേഷം നമ്മുടെ റിസോഴ്സ് എന്താണോ ഉരുക്കേണ്ടത് അത് ഇവിടെ ഇടണം. അതെല്ലാം കറക്റ്റാக ഉരുകി ഇതിനകത്ത് വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പരിപാടി. സോ ഏകദേശം നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ സെറ്റായി. ഇനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്തെങ്കിലും ഒരു ബിൽഡിൽ നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യാറേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു എൻഡർമാൻ സ്പോണായ ഇവിടെ. സോ എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം ഇത്രയൊക്കെ ചെയ്തതല്ലേ, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ വർക്ക് ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ. സോ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്.
നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് കുറച്ച് പൊട്ടറ്റോ ഇങ്ങനെ എടുത്തേക്കാം. എന്നിട്ട് ഈ പൊട്ടറ്റോ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാണ്ട് ഫുള്ള് വിളവെടുത്തു. എന്നിട്ട് ഫുള്ള് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് എത്ര സ്റ്റാക്ക് കിട്ടി നോക്കട്ടെ. ഓ, കുറേ സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 പോയിസണസും കിട്ടിയിട്ടുണ്ട്. പോയിസണസ് എന്തിനാണ്? നൂബ് പോയിസണസ്. ഓക്കെ, അത് കിട്ടി. ഇനി ഞാൻ പോയിട്ട് കുറച്ച് നമ്മുടെ ഫ്യുവല് ജെം സ്റ്റോറിൽ നിന്ന് പോയിട്ട് കുറച്ച് ജെംസ് എടുക്കും. ഓ, കറക്റ്റായിട്ടൊരു ബെഡ് ML ചെയ്യാൻ നോക്കിയതാണ്, നടന്നില്ല. ഓക്കെ, നൈസായിട്ട് ഞാൻ ഒരു സ്റ്റാക്ക് കോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇടുന്നു. ഞാൻ കാണിച്ചു തരാം കഴിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് മേളിൽ റിസോഴ്സസ് ഒന്ന് ഫില്ല് ചെയ്യാം. ലൈക്ക് ഇത്രയും റിസോഴ്സസാണ് നമുക്ക് ഒരുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതാണ്ടേ നമുക്ക് കോളും ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇതിലേക്ക് ഫില്ലാവും ഗൈസ്, കണ്ടില്ലേ? ഫുള്ള് ഫില്ലായി കഴിഞ്ഞു. ഈ ഒരു സംഭവം നമുക്ക് ഫുള്ള് ഫില്ലാവണം. ഈ മൈൻ കാർട്ട് ഫുൾ സെറ്റ് ആവണം, എന്നാലേ പറ്റൂ. യെസ്, ഫുൾ സെറ്റായി. ഇത് ഫുൾ സെറ്റായതിന് ശേഷം ഓണാക്കി കൊടുക്കുക. കത്തുന്നണ്ട. ഇവിടെ കത്താത്തതിൻ്റെ കാര്യം ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ, എന്താ സംഭവം. ഇവിടെ സാധനം വന്ന് കിടക്കണേണ്, അതുകൊണ്ടാണ്. കണ്ട, ഇപ്പം റെഡിയായി കാണും അപ്പുറത്ത്. ഓക്കെ, നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റേ റെയിൽ സംഭവങ്ങളൊക്കെ വീണില്ലേ ഗൈസ്, അതുകൊണ്ടാണ് അതൊന്ന് വർക്ക് ആവാതിരുന്നത്. ഇപ്പം നല്ല പെർഫെക്റ്റ്ലി വർക്ക് ആവുന്നുണ്ട്. ഞാൻ ഇത് ഒന്നുകൂടെ നോട്ടിച്ച് വിടട്ടെ. ഫുള്ളായിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ നോട്ടിച്ച് വിടുന്നു. കാണ്ട ഇത് ഫുള്ളായില്ലല്ലോ. പിന്നെ അതൊന്നും വന്നില്ലേ? ഇതിനകത്ത് ഇത് കിടക്കുന്നു, മൈൻ കാർട്ട്. ഓക്കെ, ബാക്കിലൊരു ഇതും കൂടെ കിടന്നു. ഇപ്രാവശ്യം ഫില്ലാവേണ്ടതാണിത്. ഓ, ഇവിടെ വരുമ്പോഴത്തേക്ക് ഫില്ലാവാനുള്ള ഐറ്റം കാണത്തില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെ പോയാലും ഇത് സംഭവം വർക്കിംഗ് ആണോ എന്ന് അറിയണമല്ലോ നമുക്ക്. എങ്ങനെ ഇരിക്കണം ഗൈസ്. ആണ്ട് ഇത്രയും സംഭവങ്ങൾ നോക്ക് ഗൈസ്. ഇത് അമ്മാതിരി നല്ല പെർഫെക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആണ് സംഭവം, പൊളിയാണ്. ഓക്കെ, കണ്ട 64 കറക്റ്റ് ഒരു സ്റ്റാക്ക് സംഭവം വന്നിട്ടുണ്ട്. സോ എന്തായാലും ഇതിൻ്റെ ചുറ്റും നമ്മൾ വീഡിയോ തീരുമ്പോഴത്തേക്ക് ഒരു ടൈം ലാപ്സ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പണീസ് നമുക്ക് ഈ ഒരു വാൾ കെട്ടണം. വോൾ കെട്ടണം. വോൾ കുറച്ചും കൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അത് ഒന്ന് പൊളിച്ച് കളയണം. അപ്പോൾ നമുക്ക് അത് പൊളിച്ച് കളയണം ആദ്യം. അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ള ഈ വോൾ ഒന്ന് മറ്റേ കോബിൾ സ്റ്റോൺ വോൾ ഒന്ന് പൊളിച്ച് കളയണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും രാത്രി ആയില്ലേ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഈ ഒരു വോളും കാര്യങ്ങളൊക്കെ പൊളിച്ചളയാം. നമ്മുടെ ഫസ്റ്റോ സെക്കൻഡോ എപ്പിസോഡിലും കണ്ടാണ് നമ്മൾ ഈ ഒരു വോളും കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ എന്തായാലും നമ്മളത് പൊളിച്ച് കളയാനായിട്ട് അങ്ങ് പോവുകയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം ഈ വോൾ പൊളിച്ച് കളയുന്നതിൻ്റെ കൂടെ പറയാനുള്ളത്, നമുക്ക് ഏകദേശം 1 ലക്ഷം സബ്സ്ക്രൈബർ അടിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഗൈസ് ഒരു ബിഗ് താങ്ക് യു പറയുകയാണ്. കാര്യം നിങ്ങളില്ലായിരുന്നു നമ്മൾ ഇത്രയും ഒരു 95,000 അല്ലെങ്കിൽ 94,000 ആണെന്ന് തോന്നുന്നു. ഇപ്പം 94,000 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിലേക്ക് നമ്മൾ എത്തത്തില്ല നിങ്ങളില്ലായിരുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ് കേട്ടോ, വലിയൊരു നന്ദി. അപ്പോൾ എന്തായാലും ഇനിയും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ റോഡ് ടു 100K ആണ്. 100K എന്നൊരു ലൈവ് കാണും കേട്ടോ. അപ്പോൾ അതാരും മിസ് ചെയ്യരുത്, എല്ലാവരും വരണം ലൈവിന്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു സംഭവം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് കളഞ്ഞപ്പോൾ ഒരു സമാധാനമായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിക്കാക്സും തീരാറായി. ഒരുപാടുണ്ടായിരുന്നു ഗൈസ്, എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് നല്ല ടൈമുമായി. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് ഫുള്ളങ്ങ് ഈ ഒരു സംഭവം ഒന്നും ഇനി വേണ്ട. നമ്മുടെ ഷീപ്പൊക്കെ ഇനി ഓടി കളിച്ച് നടന്നോട്ടെ. ഇനി കൂടൊന്നും വേണ്ട. ഇതെന്തുവാ നോയിക്കൊണ്ടിരിക്കുന്നേ? ഇങ്ങോട്ട് വാ. ബടമനെ അതിന് നീ കയറിക്കോ. ഇനി അവനങ്ങ് പോക്കോളും. ഓക്കെ, അതെന്തായാലും അവിടെ സ്പോൺ ആയത് ശരിയായില്ല ഗൈസ്. ഓക്കെ, കറക്റ്റ് ഇതിനകത്ത് സ്പോൺ ആവേണ്ടതായിരുന്നു. ഒരെണ്ണം കണ്ട് എന്തോ ഡിഫക്റ്റ് പറ്റിയതാണ്. അവൻ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കുറേ പാത്ത് വേ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യണം. ഐ ഹേറ്റ് എൻഡർമാൻ ഗൈസ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് തോണ്ട ആ ഒരു സംഭവം കൂടെ ഒന്ന് ഡിമോളിഷ് ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ടൊന്ന് സെറ്റപ്പ് ആക്കണം. ഓക്കെ, സോ എന്തായാലും നമുക്ക് അതിൻ്റെ മേളിൽ കയറി അതുകൂടെ ഒന്ന് പൊട്ടിച്ച് കളയാം. അത് പൊട്ടിച്ച് കളയാൻ നേരം എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ഒന്ന് അയൺ ഫാമിലോട്ട് തന്നെ അടിയുമോ? ഇല്ല, അതിൻ്റെ അപ്പുറത്താണ്, കുഴപ്പമില്ല.
ഓക്കെ, നമ്മുടെ അയൺ ഫാം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കട്ടെ. എഫിഷ്യൻ്റ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള അയണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചുമന്ന ഡൈയും അതിനനുസരിച്ച് തന്നെ കിട്ടും, കുഴപ്പമില്ല. ഓക്കെ, ഏകദേശം ഇവിടെ ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറെ ബ്ലോക്ക് ഒന്നും ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വോൾ വെച്ചിട്ട് കയറി പോകുന്നത്. എന്തായാലും ഈ ഒരു ഏരിയ ഫുൾ സെറ്റാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു ട്രേഡിംഗ് ഹോളും കാര്യങ്ങളും, ട്രേഡിംഗ് ഹോൾ ബ്രീഡറൊക്കെ ആ ഏരിയ സെറ്റാക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പോച്ചയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഉടനെ ഞാനൊരു ട്രേഡിംഗ് ഹോൾ പ്രതീക്ഷിക്കാം നമുക്ക് വില്ലേജേഴ്സിൻ്റെയൊക്കെ. സോ എന്തായാലും വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ സീനാണോ, അവന്മാർ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യും. ഓക്കെ ഗൈസ്, അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഞാനിനി ഇവിടുത്തെ ഈ വെള്ളം ഒന്ന് അടയ്ക്കണം, പക്ഷേ ഇത് വെച്ച് അടയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പ്ലാങ്ക്സ് വെച്ചിട്ട് ഇവിടുത്തെ വെള്ളം ഫുള്ളൊന്ന് അടച്ചേക്കാം, അല്ലെങ്കിൽ വെള്ളമൊക്കെ താഴോട്ട് പോയി അലമ്പാവും. ഓക്കെ, അവിടെ അടച്ചു. ഇനി ഇതാ ഇവിടെയും കൂടെ കുറച്ചൊന്ന് അടച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതും റെഡി. ഇനി ഇത് ഫുള്ള് നമുക്ക് പൊളിച്ച് കളയാം ഗൈസ്. ഡിമോളിഷിംഗ് ടൈം. അങ്ങനെ നമ്മൾ ദാണ്ടെ ഏകദേശം സംഭവം എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ഞാൻ ഒന്ന് കിടന്നുറങ്ങി നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളത് ഫുള്ള് ഏകദേശം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ദാണ്ട നമ്മൾ അയൺ ഫാം പൊളിച്ച് കളഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളാണ് താഴെ കിടക്കുന്നത്. ഒന്നും നമ്മുടെ കൈ കയറിയില്ലായിരുന്നു, ഇപ്പോൾ കയറുമല്ല. ഓക്കെ, എന്തായാലും അതും കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പോയി ജസ്റ്റ് ഒന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി ഇതൊക്കെ കെട്ടണ ഒരുപാട് പരിപാടികളുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ദാണ്ടേ കണ്ട, അവിടെ ഒരു അയൺ ഫാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സുന പോലും ഇല്ല, എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി വോളിൻ്റെ പരിപാടികളിലോട്ട് കടന്നാലോ. അവിടെ ഏകദേശം അവിടം വരെ നമുക്ക് ഈ ഒരു വോള് മതിൽ കെട്ടണം. പിന്നെ നമുക്ക് സൂപ്പർ സ്മെൽറ്ററിൻ്റെ ചുറ്റും ഒരു ബിൽഡും കൂടെ ചെയ്യണം. അത്രയാണ് നമുക്കിനിപ്പോൾ ബാക്കിയുള്ളത്. ഞാൻ എന്തായാലും ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് കളയട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോൺ ബ്രിക്സ് വെച്ച് തുടങ്ങാം. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. അതിനുശേഷം നമുക്കൊരു ബിൽഡും കൂടെ ചെയ്യാനുണ്ട്. സോ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഫുൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആകും. സോ എന്തായാലും നമുക്ക് ഈ ഒരു മതിലും കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ദാണ്ടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദാണ്ട അവിടുന്ന് ഏകദേശം ഇങ്ങനെ എന്താ വട്ടാടാ അവന് അവിടെ സ്പോൺ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ എന്തായാലും സ്ലാബ് വയ്ക്കാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്ലാബ് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെയൊക്കെ വലിയ ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വോൾ ഓഫ് ലീവ്സ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ചരിഞ്ഞ് വരുന്ന രീതിയിൽ നൈസായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവനെ ഒന്ന് തട്ടി താഴെ അടിക്കാൻ കാവർക്കി ഫയലുകൾ ഇവ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ബോയ് ചെയ്ത് വീഴ്ത്താം കഴിച്ച്. നമുക്ക് നമ്മുടെ ഏത് ബോയാണ്, പവർ 3 ബോയാണേ, ചുമ്മാ ഒന്നും അല്ല, പവർ 3 ആണ് സാധനം. എന്തായാലും ഞാൻ പോയി കുറച്ച് ആരോ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ അവൻ അവിടെ കിടന്ന് കറങ്ങുന്ന എന്തിനാ, അവൻ എൻ്റെ മേളിൽ കൂടെ നടന്ന് കളിക്കുന്നവൻ. അവനൊന്ന് പെട്ടെന്ന് തട്ടി താഴെ ഇട്ടിട്ട് കഴിച്ച് ഞാൻ. എന്നിട്ട് നമുക്ക് എപ്പിസോഡ് നിർത്തുന്നതിന് മുമ്പ് ഒരു ടൈം ലാപ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു അതിൻ്റെ ചുറ്റും ബിൽഡ് കിട്ടുന്നതിൻ്റെ. സോ എന്തായാലും നിങ്ങളത് കണ്ടിട്ടേ പോകാവൂ, മറക്കരുത്. ഇവിടെ ഒരുത്തന എൻ്റെ വേൾഡ് ഫുൾ ഉമ്മാരാണല്ലോ. ഒന്ന്
ഹേ യാ ബോയ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അയൺ ഫാമിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു പറയാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതിലേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.